ഇല്ല, അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക്. അദ്ദേഹത്തെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അതിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം. സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. എങ്ങനെ അവർക്ക് ലീഗൽ ബാറ്റിൽ കക്ഷിയേരുക എന്നല്ലാതെ മറ്റ് അവർക്ക് നിയമസഭയിലെ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് MLA-മാരുടെ പരാതി മാത്രമേ അങ്ങ് പോയി. അല്ല, അതൊരു ഹീറ്റഡ് ഡിബേറ്റായ വിഷയമാണ്. അപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ നമുക്കൊരു അതിനൊരു പത്രസമ്മേളനത്തിൽ ഉത്തരം പറയേണ്ട വിഷയമല്ല. അതൊരു ലീഗൽ ബാറ്റിൽ മാത്രമല്ല, പ്രസിഡൻ്റായി മാറുന്ന സംഭവമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ്. അല്ല, സ്പീക്കറോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണോ? നിങ്ങളിങ്ങനെ അങ്ങോട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന എന്താണ് അഭിപ്രായം? പിന്നെ ഞാനെന്താ പറയേണ്ടത്? അപ്പം ഞാൻ മുകേഷിൻ്റെ പേരാണോ എന്താണ് പറയേണ്ടത്? ചോദ്യത്തിൽ ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യം ആ സമയത്ത് വളരെ ബേണിംഗ് ഇഷ്യൂ ആയി. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചോദിച്ചു, അപ്പോൾ ആ ഉത്തരം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് എത്തിക്സ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല. മുൻകാല MLA-മാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റേപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതൊക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷനാണ്. അപ്പോൾ അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി. ഇല്ല ഇല്ല, അല്ല, വ്യക്തികളല്ലേ തരാൻ. ഇപ്പം നിയമസഭയിൽ ആർക്കെതിരെ ആർക്കും മെയിലിൽ പരാതി അയക്കാമല്ലോ. അത്തരം പരാതികൾ നിയമസഭയിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അല്ല, അൾട്ടിമേറ്റായി തീരുമാനിക്കേണ്ട സ്പീക്കറാണല്ലോ. അപ്പം അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ആർക്കെതിരെ? ഉള്ള അധികാരങ്ങളെ പ്രയോഗിക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിലുള്ള അധികാരമല്ലാതെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാൽ ഇവിടെ സംവിധാനങ്ങളില്ലേ? അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്പീക്കർക്ക്? കേസൊക്കെ എടുക്കാനും മറ്റൊക്കെ പറ്റുന്നതാണോ? എല്ലാവരും ഒരു ഇതിന് പരിമിതിക്കുള്ളിൽ എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുണ്ടല്ലോ. ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്, എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്, ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നീതിയും ന്യായവും നോക്കാതെ. അങ്ങനെ പറ്റുമോ? നീതി എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ കറക്റ്റ്. ന്യായവും നോക്കാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന് ഉത്തരവില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതത് MLA-മാരുടെ തീരുമാനിക്കേണ്ടത്. ഇപ്പം നാളെ നിങ്ങളുടെ പത്രത്തിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ
അത് നിങ്ങളുടെ പത്ര ഉടമയുടെ കുഴപ്പമാണോ? അല്ലല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പം അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഭയുടെ അന്തസ്സിന് ഇങ്ങനെ കളങ്കുണ്ടാവുന്നത് എങ്ങനെയാണ്?